തടസ്സപ്പെട്ടപ്പോൾ അതിജീവി ഇതാ കേരള സർക്കാർ നമുക്ക് നാടം വെച്ച് മുഖ്യമന്ത്രി ഈ പെരും പാദസ്പർശം ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ്, സജി ചെറിയാർ തുടങ്ങിയ ജനപ്രതിനിധികൾ എല്ലാവരും നമ്മുടെ ബാലഗോപാലമടക്കമുള്ള ഇതാ ഇങ്ങോട്ട് ഇത് അസുലഭ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പെരുമ്പളം നിവാസികൾ ആഘോഷപൂർവ്വം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ ഏറ്റെടുത്തിരിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമം ആയിട്ടുള്ളത്. അങ്ങനെ പെരുമ്പളം പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് നാടമുറിച്ച് ഔദ്യോഗികമായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ ആണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിട്ടുള്ളത്. അവരുടെ വലിയ കാത്തിരിപ്പ്, പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന പെരുമ്പളം ജനതയ്ക്ക് ഇനി പുറം ലോകവുമായി ബന്ധപ്പെടുന്ന പാലം ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ചുറ്റും വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രമേൽ വലിയ ആഘോഷമാക്കി ഈ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റുന്ന സാഹചര്യം ആണ് ഉള്ളത്. നൂറുകണക്കിന് ആളുകൾ ആണ് ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് സാന്നിധ്യം വഹിക്കാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു. നേരത്തെ നമ്മുടെ പ്രതിനിധിക്ക് നൽകിയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ശരണ്യയുമായി സംസാരിച്ച പെരുമ്പളത്തെ ജനതയ്ക്ക് എല്ലാം ആ സന്തോഷം പങ്കുവെക്കാനാണ് ഉണ്ടായിരുന്നത്. അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അവർ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് വർഷങ്ങളായി പെരുമ്പളം ജനതയ്ക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏറെ പ്രയാസകരമായിരുന്നു. ബോട്ടിലും ജങ്കാറിലും ഒക്കെയാണ് അവർ മറുകര താണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം, തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യം, പെരുമ്പളം എന്ന ദ്വീപിലേക്ക് പുറത്തു നിന്ന ആളുകൾ എത്താത്ത സാഹചര്യം, അങ്ങനെ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് ആ ജനത നേരിട്ടിരുന്നത്. അതിനാണ് ഇപ്പോൾ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 100 കോടിയിലധികം രൂപ, 106 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1 കിലോമീറ്ററിൽ അധികം നീളമുള്ള പാലത്തിൻ്റെ ഉദ്ഘാടനം ആണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന വാഹന വ്യൂഹം കടന്നുപോകുന്നു. 300 മീറ്റർ അനുബന്ധ പാത ഉൾപ്പെടെ ആണ് സജ്ജീകരിച്ചിട്ട് ഉള്ളത്. അങ്ങനെ 11 മീറ്റർ വീതിയിൽ 1 കിലോമീറ്ററിൽ അധികം നീളം, 1155 മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളം. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ വാഹനം ഈ അനുബന്ധ റോഡിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ പെരുമ്പളത്തേക്കുള്ള യാത്ര മുഖ്യമന്ത്രി ഔദ്യോഗികമായി നടത്തുകയാണ്. 100 കണക്കിന് ആളുകൾ ആണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ അടക്കം അനുഗമിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ 100 കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇതാ പാലം ഔദ്യോഗികമായി തന്നെ തുറന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പാലത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? നിർവഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, കൃഷിമന്ത്രി പി പ്രസാദ്, ഒപ്പം തന്നെ സ്ഥലം MLA ദലീമ ജോജോ എന്നിവരുമുണ്ട്. ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം, അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങളും പെരുമ്പളം പാലത്തിലൂടെ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് പെരുമ്പളം പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ദ്വീപ് സമൂഹത്തിന്റെ അവരുടെ ആകെ പ്രതീക്ഷയായുള്ള ഒരു നിർമ്മിതി തന്നെയാണ് പെരുമ്പളം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 12,000-ഓളം വരുന്ന ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പെരുമ്പളം പാലത്തിലൂടെ വേമ്പനാട് കായലിനെ മുറിച്ച് ഇപ്പോൾ പെരുമ്പളം ദ്വീപിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് വലിയ ആവേശകരമായ സ്വീകരണം തന്നെയാണ് പെരുമ്പളം നിവാസികൾ ഒരുക്കുന്നത്. ഇപ്പോൾ മഴവില്ലഴകുള്ള ആ ആർച്ചുകൾക്കകത്തുകൂടി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ വളരെ മനോഹരമായ രീതിയിലുള്ള ആർച്ചുകൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ്. വലിയ വാഹനങ്ങൾക്ക്, അതായത് ജലയാനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ജങ്കാറുകളാണെങ്കിലും മറ്റ് വലിയ യാനങ്ങൾക്കാണെങ്കിലും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള മികവുറ്റ ഒരു നിർമ്മാണമാണ്
ഇപ്പോൾ വാഹനം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ പെരുമ്പളം ദ്വീപിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാനുള്ള വേദി അടക്കം ഒരുക്കിയിരിക്കുന്നത്. അവിടേക്ക് ആണ് ഈ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് പെരുമ്പളത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയത്. കാരണം വളരെ മനോഹരമായ ഒരു ഇടം കൂടിയാണ് ഈ ദ്വീപ് എന്നുള്ളതാണ്. ഈ ദ്വീപിൽ പാലത്തിലൂടെയുള്ള യാത്രയും അങ്ങനെയാണ്. വേമ്പനാട് കായലിന്റെ നടുവിലൂടെ ഉള്ള ഒരു സഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം ഈ പള്ളുരുത്തി പെരുമ്പളം പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ആഘോഷമാക്കി ഈ പരിപാടികളെ കഴിഞ്ഞ 7 ദിവസമായി നടത്തിക്കൊണ്ട് വരികയാണ്. അതിനിടയിൽ അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുത്തുകൊണ്ട് പെരുമ്പളം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരണ്യ സൂചിപ്പിക്കുന്നത് പോലെ വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള 1 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പാലം, അതിന്റെ ആകാശ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ കാർ ഒപ്പം വാഹന വ്യൂഹം ആ പെരുമ്പളം പാലത്തിലൂടെ പെരുമ്പളം എന്ന ഗ്രാമത്തിലേക്ക്, പെരുമ്പളം എന്ന ദ്വീപിലേക്ക് എത്തിച്ചേരുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. വേമ്പനാട്ട് കായലിന് ഉള്ളിൽ എന്ന് തന്നെ പറയാം, വേമ്പനാട്ട് കായലിനകത്ത് എന്ന് തന്നെ പറയാവുന്ന ഒരു ഗ്രാമം, ഏതാണ്ട് 5 കിലോമീറ്ററിൽ അധികം നീളമുള്ള ഒരു ദൈർഘ്യമേറിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പെരുമ്പളം. ആ പെരുമ്പളത്തേക്ക് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സംഘവും എത്തുന്നത്. ഇതാ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ പെരുമ്പളംകാർ സ്വീകരിക്കുന്നു. റോഡിന് ഇരുഭാഗങ്ങളിലുമായി നിന്നുകൊണ്ട് ഉദ്ഘാടന വേദിയിലേക്ക് ആനയിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. അങ്ങനെ ആ ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം, ഒരു ജനതയെ തന്നെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഉദ്ഘാടനം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. പെരുമ്പളത്തുകാർക്ക് ഇനി ഏത് അർദ്ധരാത്രിയിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ പറ്റുന്ന സാഹചര്യം ആണ് ഉള്ളത്. പെരുമ്പളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാവുന്ന പാലം, നേരത്തെ ശരണ്യ സൂചിപ്പിക്കുന്ന പോലെ ഏറെ പ്രകൃതി രമണീയമായ ഒരു ഇടം ആണ് പെരുമ്പളം. ഒരു പക്ഷേ അവിടെ വിനോദസഞ്ചാര സാധ്യതകൾ തുറന്നിടുന്ന ഒരു പാലമായി അത് മാറുന്നു. വികസനത്തിന്റെ പ്രവേശന കവാടമായി ഈ പാലം മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു വലിയ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന പാലത്തിന്റെ ഉദ്ഘാടനം ആണ്. അവിടെ ദ്വീപ് നിവാസികൾക്ക് ഇനി യഥേഷ്ടം ഈ പാലത്തിലൂടെ സഞ്ചരിക്കാം. കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് വരും ദിവസങ്ങളിൽ കടന്നുവരും. പുറം ലോകത്ത് നിന്ന് ആളുകൾ അധികമായി പെരുമ്പളത്തേക്ക് എത്തും. അങ്ങനെ പെരുമ്പളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതാ മുഖ്യമന്ത്രിയുടെ വാഹനം ഇപ്പോൾ പെരുമ്പളത്തെ വേദിയിലേക്ക് എത്തുകയാണ്. അവിടെയും കാത്തിരിക്കുന്നുണ്ട് നിരവധിയായ ആളുകൾ. നേരത്തെ പാലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിരവധിയായ ആളുകൾ കാത്തുനിന്നിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ നാട മുറിച്ചുകൊണ്ട്, റിബൺ മുറിച്ചുകൊണ്ട് ആയിരുന്നു അദ്ദേഹം ആ പാത തുറന്നു നൽകിയതെങ്കിൽ ഇനി ഇതാ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ചടങ്ങിലേക്ക് എത്തുന്നു. ഇവിടുത്തെ സ്വീകരണ വേദിയുണ്ട്, അവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. അങ്ങനെ ചടങ്ങിൻ്റെ ഭാഗമാകാൻ മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ പ്രദേശവാസികൾ, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആനയിക്കുന്നതിൻ്റെ ദൃശ്യം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പെരുമ്പളം എന്ന പാലം യാഥാർത്ഥ്യമാകുന്നു. ദ്വീപ് നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് ഔദ്യോഗികമായ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇപ്പോഴിതാ ശരണ്യ, മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണ് മറ്റു വിവരങ്ങൾ? അല്പസമയത്തിനകം